നമസ്കാരം. നമസ്കാരം പറഞ്ഞോളൂ. അസ്സലാമു അലൈക്കും. ഉസ്താദ് സുഖല്ലേ? പിന്നെ ഞാൻ പണ്ട് വിളിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? എവിടുന്നായിരുന്നു? ഞാൻ ഗൂഡല്ലൂരിന്നാ വിളിക്കുന്നത്. എന്ത് ആവശ്യം പറഞ്ഞോളൂ. ഇപ്പോ മറ്റേ എന്താ ആരിഫ് ഹുസൈനൊക്കെ അതിൽ ഡിബേറ്റ് ഒന്നും ഇല്ല? ഡിബേറ്റ് വീഡിയോ വിടുന്നുണ്ട്. ഇരുന്നുണ്ടോ? നിങ്ങൾ വീഡിയോ ഇടുന്നുണ്ടോ? ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താളി. അതല്ല, ചാനലിന്റെ പേര് A3S A++. അവിടെ അതിന്റെ ലിങ്ക് ഒന്ന് എനിക്ക് അയച്ചു തരേ. ഒരൈ വിടുന്ന എൻ്റെ. ഓക്കെ. ഇവിടുന്ന് ഇവിടെ. പിന്നെ ഓക്കെ, ഞാൻ വിളിച്ചെന്തറിയോ, നിങ്ങൾ ഖുർആനിലെ ഒരു സംശയം ചോദിക്കാനാ. എന്തറിയോ, ഇപ്പൊ നമ്മള് മരിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ മുസ്ലിം അതായത് വിശ്വാസിയായിട്ടുള്ള ദീന് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി ഒരു 72 ഹൂറികളെ കിട്ടുന്ന പറയുന്നുണ്ടല്ലോ. അത് എങ്ങനെ, അത് യാഥാർത്ഥ്യമാണോ? അതിന് വല്ല തെളിവുണ്ടോ? ഇവിടുന്ന് തന്നെ വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്ക് ഉറപ്പ് വരുത്തിണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ ബോധ്യപ്പെടും. അതല്ല എനിക്ക് അതിനെ കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ അങ്ങോട്ട് മാറാന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങള് മാറലും പിടിക്കലൊക്കെ നല്ലോണം ബോധ്യപ്പെട്ടതിന് ശേഷം, അതിന്റെ മുന്നത് ഉറപ്പാണ്ട്. അത് ഉറപ്പ് പറഞ്ഞു. അതിനെ ഞാൻ സംശയം ചോദിക്കാനാണ് വിളിച്ചത്. അതിനാവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചോദിച്ചാൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതെന്താ, ഇത് യാഥാർത്ഥ്യമാണോ? നമുക്ക് അവിടെ 72 ഹൂറികളെ കിട്ടുമോ? അത് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് ഉറപ്പാവേണ്ട ഒരു സംഗതി ഉണ്ട് അല്ലേ? അതെ അതെ അതെ. അതൊരു ഉദാഹരണത്തിൽ കൂടെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അത് മനസ്സിലാക്കിക്കാനേ പറ്റുള്ളൂ. അതല്ലേ? അപ്പൊ ഉറപ്പ് മുന്നിൽ വരണമെങ്കിൽ കാണന്നെ വേണം. ആ ഈമാൻ ഇല്ലാത്തവന്, ഈമാൻ ഉള്ളവൻ അത് ഇവിടുന്ന് തന്നെ 100% ഉറപ്പാവും. അതായത് ഒരു വിഷയത്തിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള അവബോധം നമ്മൾക്ക് ഉണ്ടായി കഴിഞ്ഞാല് പിന്നെ അപ്പുറത്തേക്ക് പോണ വിഷയത്തിന് സംശയം ഉണ്ടാവില്ല. അപ്പൊ ഉദാഹരണം പറഞ്ഞാല്, അമേരിക്ക നിങ്ങൾ കണ്ടിണോ? ഇല്ല, കണ്ടിട്ടില്ല. കണ്ടില്ല. ഫ്രാൻസ് കണ്ടിണോ? ഇല്ല. അങ്ങനത്തെ രാജ്യം ഉണ്ടോ? ഉണ്ട്. അങ്ങനെ ഉറപ്പായത് കാണാതെ? ഉറപ്പായ നമ്മൾ പത്രത്തിൽ വായിക്കുക, നമ്മൾ അതിനായിട്ട് എന്താ കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ. നമ്മള് ഇപ്പൊ അമേരിക്ക ആയിട്ട് എന്താ നമ്മളിപ്പോ ലോകത്തുള്ള കമ്മ്യൂണിക്കേഷനുകൾ നടക്കണ്ടല്ലോ. അപ്പൊ നമ്മളവിടെ ഉള്ളത് ഉറപ്പല്ലേ? അപ്പൊ അതുപോലെ ഒരു മനുഷ്യൻ മുസ്ലിം ആയി കഴിഞ്ഞ ശേഷം ഈമാന്റെ മുകളിൽ പരിശ്രമിക്കുമ്പം അള്ളാഹുമായിട്ടുള്ള ബന്ധം റെഡിയാവും. ഈ ബന്ധം ശരിയായതിനു ശേഷം ഓനോട് കൽപ്പിച്ച മാതിരി ഭൂമിയിൽ ജീവിക്കുമ്പം ആ മനുഷ്യന് ഭൂമിയിൽ വെച്ചിട്ട് ഓരോ മനുഷ്യന് ആരാണ് അനുസരിക്കുന്നത്, ഈ മനുഷ്യന് ഭൂമിയിൽ വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രതിഫലനം കൊടുക്കും. അതിന്റെ പ്രതിഫലം നാളെ ആഖിറത്തിൽ മരിച്ചു വെച്ചിട്ട് നിങ്ങളെന്താ ചോദിച്ചാൽ അള്ളാഹ് തരുന്ന ഒരു അവസ്ഥയിലുള്ള ബന്ധം ഉണ്ടാക്കണം. അപ്പൊ ഇവിടുന്ന് തന്നെ ചോദിച്ച് ബന്ധപ്പെട്ട് കിട്ടി പരിചയപ്പെട്ട ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് നാളെ അവിടെ ചെന്ന ഉണ്ടാവുമല്ലേ എന്നുള്ള നിങ്ങളോട് ഇല്ലാന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അതിൽ ഉറപ്പുണ്ടാവും. അല്ലേ? അപ്പൊ അതിനുള്ള ഇന്നല്ലദീന വാമിലു സ്വാലിഹാത്ത്, ഈമാനും അമലും ഉണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കുക എന്നുള്ളതിന്റെ മുകളിൽ വക്കാൻ ഹക്കം അലൈനാ നസ്റുൽ മുഅ്മിനീന, നിങ്ങളെ സഹായിക്കുക എന്നുള്ളതിന്റെ മുകളിൽ ബാധ്യതയാണ്. അപ്പൊ നമ്മളെ പ്രവൃത്തി അള്ളാഹിന്റെ തൃപ്തിക്കായിട്ട് ചെയ്യുമ്പോ ഭൂമിയിൽ വെച്ചിട്ട് തന്നെ അതിന്റെ അനുഭവങ്ങൾ നല്ലോണം തുറന്നു തരും. അല്ലെ? നിങ്ങളെ ഒരു വസ്തുങ്ങൾ തൊള്ളേക്ക് വെച്ച് കഴിഞ്ഞാല് അതിന്റെ രുചിങ്ങൾ അറിഞ്ഞ്, അത് തീരെ പരിചയമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് അതിൽ അറിവുള്ളൂ, ഉറപ്പില്ല. ഉണ്ടോ? അല്ലേ? അപ്പൊ ഈ രണ്ട് വ്യത്യാസത്തിലുണ്ടാവും. അത് മനുഷ്യൻ മുസ്ലിം ആയി ഈമാന്റെ മുകളിൽ പരിശ്രമം ചെയ്ത് വ്യക്തിപരമായിട്ട് ഓരോരുത്തരുടെ ജീവിതത്തിലും ഉള്ളിൽ ഉറച്ചു വരേണ്ട സാധനമാണ്. ഓക്കെ. ഇപ്പൊ ചെറുങ്ങനെ നോർമൽ കാര്യം പിടുത്തം കിട്ടിയോ? ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരണ്ട്. വേറെ ഏതെങ്കിലും സമയത്ത് നിങ്ങൾ ബന്ധപ്പെടി. ആയിക്കോട്ടെ. ഇപ്പൊ ലിങ്ക് ഇടി, ഞാൻ കോപ്പി ഇട്ട് തരാം. ഓക്കെ. ശരി. ശരി.